Hello. Chapter 7 Rani's Gift. Let's read. Once upon a time, Raja Jagadeep wanted to make a beautiful carved bed for his queen. He called his best carpenter from the town. ഒരിക്കല് ഒരു രാജാവിന് അദ്ദേഹത്തിന്റെ ക്വീനു വേണ്ടി ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുഡൻ ബെഡ് പണിയണമായിരുന്നു. ആരാണ് വുഡിന്റെ ഒക്കെ പണിയെടുക്കുക? വുഡ് കൊണ്ട് ഡിഫറെന്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് കാർപെൻറ്റർ ആണല്ലേ. അപ്പൊ രാജാവ് ടൗണിലെ ഏറ്റവും ബെസ്റ്റ് കാർപെൻറ്ററെ തന്നെ ആ ഒരു ജോലിക്ക് വേണ്ടി വിളിച്ചു വരുത്തി. എന്നിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഇവിടെ ഒരു സ്റ്റോറി ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഓരോരോ പോർഷൻസ് ആയിട്ട് എടുത്തു നോക്കാം. ഫസ്റ്റ്, I want a bed which is 10 handspans long. ഓക്കെ മഹാരാജ്. മഹാരാജ് കാർപെൻറ്ററിനോട് എന്താ പറഞ്ഞത്? എനിക്കൊരു ബെഡ് വേണം, അതിന്റെ സൈസ് 10 ഹാൻഡ് സ്പാൻ ലോങ് ആയിരിക്കണം. എന്താണ് ഒരു ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ കൈ വെച്ച് മെഷർ ചെയ്യാണ്. കൈ ഇങ്ങനെ വിടർത്തി വെച്ച് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ലെങ്ത്, ഇതാണ് ഹാൻഡ് സ്പാൻ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് വെച്ച് എങ്ങനെയാ മെഷർ ചെയ്യാ? ഒരു ലോങ് ലൈൻ ആണെങ്കിൽ ഇതിനെ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഒരു പ്രാവശ്യം കൈ വെക്കുക, അപ്പൊ നമുക്ക് 1 കിട്ടും. പിന്നെ ഒന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ 2, പിന്നെ ഒന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ 3, പിന്നെ ഒന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ 4. ഈ ഒരു ലൈനിന്റെ അളവ് എത്രയാണ്? ഇത് 4 ഹാൻഡ് സ്പാൻ ആണ്. ഓക്കെ. എന്നിട്ട് The carpenter started making the bed. രാജാവ് പറഞ്ഞതുപോലെ കാർപെൻറ്റർ പണി തുടങ്ങി. കണ്ടില്ലേ കാർപെൻറ്റർ മെഷർ ചെയ്യുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ 10 ഹാൻഡ് സ്പാൻ വെച്ചിട്ട് കാർപെൻറ്റർ നല്ല ഭംഗിയുള്ളൊരു കട്ടിലുണ്ടാക്കി. എന്നിട്ടോ രാജാവിന്റെ അടുത്ത് ആ കട്ടിലും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോ ക്യൂൻ അതിൽ കിടക്കാൻ പറ്റിയില്ല. നോക്കിയേ, I am unable to fit in. 10 ഹാൻഡ് സ്പാൻ കട്ടിലായിരുന്നെങ്കിൽ റാണിക്ക് ഈസി ആയിട്ട് കിടക്കാൻ പറ്റും. പക്ഷെ ഈ കട്ടിലില് റാണിക്ക് കിടക്കാൻ പറ്റിയില്ല. അപ്പൊ രാജാവ് വേഗം കൈവച്ചിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കി. 1, 2, 3. അങ്ങനെ രാജാവ് എണ്ണിക്കഴിഞ്ഞപ്പോ രാജാവിന് 8 ആണ് കിട്ടിയത്. It's only 8 hand spans. But how is it possible? കാർപെൻറ്റർ ആകെ ടെൻഷനായി. ഇതെങ്ങനെ ശരിയാവും? ഞാൻ 10 ഹാൻഡ് സ്പാൻ ഉപയോഗിച്ചിട്ടാണല്ലോ കട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ കാർപെൻറ്ററിന്റെ മകൻ വേഗം തന്നെ അതൊന്ന് മെഷർ ചെയ്യാൻ നോക്കി. 1, 2, 3, 4. അങ്ങനെ കാർപെൻറ്ററിന്റെ മകൻ മെഷർ ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയതാണ് 14. രാജാവ് 10 ഹാൻഡ് സ്പാൻ വേണമെന്ന് പറഞ്ഞു. കാർപെൻറ്റർ 10 ഹാൻഡ് സ്പാനിൽ അത് ഉണ്ടാക്കി. രാജാവ് വന്നിട്ട് അത് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 8 ഹാൻഡ് സ്പാനേ ഉള്ളൂ. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ മകൻ മെഷർ ചെയ്തപ്പോ അത് 14 ഹാൻഡ് സ്പാൻ ആയി. Everyone, including the Raja, was confused. I have a solution for this. അപ്പൊ മന്ത്രി അവിടേക്ക് വന്നു. മന്ത്രി പറഞ്ഞു, I have a solution for this. Discuss the solution which was given by the Mantri to solve the confusion. Actually, എന്തായിരുന്നു ഇവിടുത്തെ കൺഫ്യൂഷൻ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അതെ, ഇവിടെ ഓരോ ആളുകളുടെയും ഹാൻഡ് സ്പാനിന്റെ സൈസ് ആണ് വ്യത്യാസം അല്ലെ? രാജാവ് ഹാൻഡ് സ്പാൻ എന്നാണ് പറഞ്ഞത്. രാജാവിന്റെ കൈ വലിയ കൈയായിരിക്കും, കാർപെൻറ്ററിന്റെ കൈ അത്രയും വലുതായിരിക്കില്ല. അതുപോലെ കാർപെൻറ്ററിന്റെ മകന്റെ കൈയോ അത് ചെറിയ ഹാൻഡ് സ്പാൻ ആയിരിക്കും. പക്ഷെ ഇവിടെ മന്ത്രി ഒരു സ്റ്റിക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്റ്റിക്ക് കൊണ്ട് എന്ത് സൊല്യൂഷൻ ആണ് ഇതിൽ ചെയ്യാൻ പറ്റുക? ഓരോ ആളുകളുടെയും ഹാൻഡ് സ്പാൻ ഓരോ രീതിയിലായതുകൊണ്ട് അവർക്ക് അതൊരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റിക്ക് ആണെങ്കിൽ ഇതേ സ്റ്റിക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ സ്റ്റിക്കില് 10 ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞതിന് പകരം 10 സ്റ്റിക്ക് നീളമുള്ള കട്ടിലാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നതെങ്കിലോ ഈ ഒരു സ്റ്റിക്ക് തന്നെ കൊണ്ടുപോയിട്ട് മെഷർ ചെയ്തിരുന്നെങ്കിൽ അത് സെയിം ആയേനെ അല്ലേ? അപ്പൊ അത് എപ്പോ മെഷർ ചെയ്താലും സെയിം ആയേനെ. കാരണം ആ സ്റ്റിക്കിന്റെ വലുപ്പം വ്യത്യാസം വരുന്നില്ല. ഇതുപോലെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറെ ടൂൾസിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ ക്ലാസ്സിൽ കൊണ്ടുപോകാറുണ്ടാവുമല്ലോ, സ്കെയിൽ അല്ലേ? ഈ സ്കെയിലും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്.
ഓരോ ആളുകളുടെയും സ്കെയിലിന് വലിപ്പം കൂടുതലാണെങ്കിലും ഇതിൽ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പേഴ്സ് ഇതിന് നമ്മൾ പറയുന്നത് സെന്റിമീറ്റർ എന്നാണ്. ഈ ഒരു 2 ഡിസ്റ്റൻസ് ഇത് 1 സെന്റിമീറ്റർ എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഈ ഒരു 1 സെന്റിമീറ്റർ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഏത് സ്കെയിൽ ഉപയോഗിച്ചാലും അതിലൊക്കെ 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഹാൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ റിലയബിൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ടൂൾ അല്ല. കാരണം ഓരോ ആളുകളുടെയും കൈക്ക് വലുപ്പത്തിന് വ്യത്യാസമുണ്ടാകും. അപ്പൊ ആ കേസിൽ ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈസ് മാറാത്ത യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം മെഷർമെന്റ് ചെയ്യാൻ. Let us do. Use your textbook to measure the length of the following objects. ഇവിടെ കുറേ ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഒരു ഡെസ്ക് ആണ്, സെക്കൻഡ് വൺ ഒരു ബ്ലാക്ക് ബോർഡ് ആണ്, തേർഡ് വൺ വിൻഡോ. ഇവിടെ നിങ്ങളടുത്ത് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇത് ഇമാജിൻ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഈ 3 കാര്യങ്ങളെയും മെഷർ ചെയ്യണം. ആദ്യം തന്നെ എസ്റ്റിമേറ്റഡ് ലെങ്ത് നിങ്ങൾ ഊഹിക്കുകയാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഡെസ്ക് മെഷർ ചെയ്താൽ എത്ര പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വെച്ചാലാണ് ഡെസ്കിന്റെ ലെങ്ത് ആവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യം ഊഹിക്കുകയാണ് 3 ടെക്സ്റ്റ് ബുക്ക് 3 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ 1 2 3 ഇവിടെ 3 പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെസ്കിന്റെ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഇമാജിനേഷൻ ആണ്, നിങ്ങൾ ശരിക്കും മെഷർ ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ ബ്ലാക്ക് ബോർഡിന് മേ ബി ഇറ്റ് ഇസ് 4, വിൻഡോ മേ ബി ഇറ്റ് ഇസ് 6. നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് അത് കാണുമ്പോൾ തോന്നുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഇമാജിൻ ഇതാണ് നിങ്ങളുടെ ടേബിൾ ആൻഡ് ഇതാണ് നമ്മുടെ ബുക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആ ബുക്ക് എടുത്തിട്ട് ഇവിടെ വെക്കുക. ഇപ്പൊ കണ്ടില്ലേ ഒരു ബുക്ക്, ഓക്കെ 1. ഇനി അതേ ബുക്ക് എടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കുക. അപ്പൊ ഇവിടെയോ 2. അപ്പൊ നമുക്കിത് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി ഞാൻ അവിടെ തന്നെ വെക്കുകയാണ്, അതെടുത്ത് മാറ്റുന്നില്ല. എന്നിട്ടോ അടുത്തത് 3 ഇവിടം വരെ, അത് കഴിഞ്ഞ് ഒന്നുകൂടി വെച്ചു 4, ഇവിടെ 5. എത്ര ബുക്ക് വെച്ചപ്പോഴാണ് ഈ ടേബിളിന്റെ ലെങ്ത് ആയത്? 5 ബുക്ക് വെച്ചപ്പോഴല്ലേ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് എത്രയായിരുന്നു? 3 ബുക്സ് ആയിരിക്കും. പക്ഷെ ആക്ച്വലി എത്രയാ വന്നത്? 5 ബുക്സ്. ഓക്കെ, ഇനി ഇതുപോലെ ബ്ലാക്ക് ബോർഡിൽ നോക്കിയാലോ. 1 2 3 4 ബുക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബോർഡിന് എസ്റ്റിമേറ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്ത ഊഹിച്ചിരുന്ന ആ നമ്പർ അത് തന്നെയാണ് ആക്ച്വൽ ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇനി ഇതുപോലെ വിൻഡോ നോക്കിയാലോ. വിൻഡോയില് 1 2 3 4 5 and 6. അപ്പൊ ഇവിടെയും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത നമ്പറും ആക്ച്വൽ നമ്പറും സെയിം ആയി അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിയതാണ്. നിങ്ങൾ ആക്ച്വൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഡെസ്കും ബ്ലാക്ക് ബോർഡും ക്ലാസ്സിലുള്ള വിൻഡോയും ഒക്കെ മെഷർ ചെയ്ത് നോക്കണം. ഓക്കെ. Kavita is going to the school from her home. She is getting late. Which path should she use to reach the school fast? Mark it in the picture given below. ഇവിടെ നമുക്കൊരു മാപ്പ് തന്നിരിക്കുകയാണ്. ഇവിടെ കവിതയുടെ വീടാണ്, ഇത് കവിതയുടെ സ്കൂളാണ്. ഇവിടുന്ന് കവിതയ്ക്ക് സ്കൂൾ വരെ പോകണം. കവിത ലേറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ലേറ്റ് ആവുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി ഷോർട്ടസ്റ്റ് റൂട്ട് വേണം എടുക്കാൻ അല്ലേ. അപ്പൊ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഏതൊക്കെ റൂട്ട് ഉണ്ട്? ഇത് കവിതയ്ക്ക് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോയിട്ട് എത്താൻ പറ്റും. ഇത് കണ്ടാലേ അറിയാം ഇതൊരു ലോങ് റൂട്ട് ആണെന്ന്. അല്ലെങ്കിലോ ഇങ്ങനെ പോയിച്ച് ഇങ്ങനെ സ്കൂളിൽ എത്താൻ പറ്റും. ഇനി അതുമല്ലെങ്കിൽ ഇവിടെ താഴെ കൂടി പോയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടം വരെ പോയിട്ട് ഇവിടെ കയറിയിട്ട് ഇങ്ങനെ പോവാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇവിടം വരെ പോയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പൊ നമുക്ക് കുറേ റൂട്ട് കിട്ടി അല്ലേ. ഇതിൽ ഏതായിരിക്കും ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനൊരു എളുപ്പ വഴി എന്താന്ന് പറഞ്ഞാൽ
നമ്മുടെ കയ്യിലുള്ള ലോങ് ആയിട്ടുള്ള ഒരു നൂലെടുക്കുക. എന്നിട്ട് ആ നൂലിനെ ഇതേപോലെ ഷേപ്പിൽ വെച്ച് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും ചെറിയ നൂല് അത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ നൂല് ഏതാണോ കിട്ടുന്നത് അതായിരിക്കും ഷോർട്ടസ്റ്റ് റൂട്ട്. നമുക്കിവിടെ നോക്കി നോക്കാം ഏതാണ് ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന്. അത് നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള ഒരു ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ റൂട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ഈ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബ്ലോക്ക് വെച്ച് നോക്കുമ്പോൾ 15 ബ്ലോക്സ് എവേ ആണ് സ്കൂൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റൂട്ട് ചെക്ക് ചെയ്താലോ. അടുത്ത റൂട്ടിൽ 1 2 3 4 5 6 7 8 9 10 11 12 13. ആദ്യം 15 ആയിരുന്നു, ഇപ്പോഴത്തെ റൂട്ടിന് 13 ആണ് അല്ലേ. ഇവിടെ 15 ഇവിടെ 13. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ 13 ബ്ലോക്സിൻ്റെതാണ് ചെറിയ റൂട്ട്. ഇനി ഇതിനേക്കാളും ചെറിയ റൂട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. അടുത്തത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പൊ ഈ റൂട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് 13 ബ്ലോക്സ് തന്നെയാണ്. അപ്പൊ 15 പിന്നെ ഇത് 13 ഇതും 13. ഇനി അടുത്ത റൂട്ടോ 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ നമുക്ക് ആകെ 11 ബ്ലോക്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ 15 ആയിരുന്നു, ഇവിടെ രണ്ട് സ്ഥലത്തും 13 ആയിരുന്നു, ഇവിടെ 11 ആണ്. ഈ ഒരു റൂട്ട് ഉറപ്പായിട്ടും ഇതിനേക്കാളും കൂടുതലായിട്ട് വലിയ റൂട്ടാണ്. അപ്പൊ ഷോർട്ടസ്റ്റ് റൂട്ട് ഏതാണ്? ഈ ഒരു റൂട്ടാണ് ഷോർട്ടസ്റ്റ് റൂട്ട്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് ഡു choose the longest path from A to B. ഇവിടെ A, B എന്ന രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ലോങ്സ്റ്റ് പാത്ത് ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓൾസോ മേക്ക് ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ A and B. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ലോങ് ഏതാണ് ഷോർട്ട് എന്നറിയാൻ ഈസി ആണല്ലേ. ഇത് ഓരോന്നും ഓരോ സ്ക്വയേഴ്സ് ആണ്. അതായത് ഈ ഒരു ലൈനും രണ്ടിന്റെയും സൈസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഇവിടെ 1 2 3 4 5 6. ഇവിടെ 6 ലൈൻസ് ആണുള്ളത്. ഇവിടെയോ 1 2 3 4 5 6 7 8. 6 ആണ്, ഇത് 8 ആണ്. 6നേക്കാളും വലുതാണ് 8. ഇവിടെ 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെയോ ഇതാണ് ഏറ്റവും കുറവ്. അപ്പോൾ ഇതാണ് ഷോർട്ടസ്റ്റ്. ഫസ്റ്റ് വൺ ആണ് ഷോർട്ടസ്റ്റ് പാത്ത്. ഓക്കെ, and the last one is longest path. Clear? Next, how many blocks? Let me stack the blocks and find the height of my toys. ഈ കുട്ടിയുടെ ടോയ്സിന്റെ ഒക്കെ ഹൈറ്റ് നോക്കുകയാണ്. ഈ ഒരു ബ്ലോക്സിനെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ബ്ലോക്ക് വീതമാണ് ഓരോ ടോയ്സിന്റെയും ഹൈറ്റ് വരുന്നത് എന്നാണ് ആ കുട്ടി ഇവിടെ നോക്കുന്നത്. Fill in the blanks. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാലോ. The giraffe is dash block tall. നോക്കാം, ഇവിടെ ജിറാഫിന്റെ ഹൈറ്റ് എവിടെ വരെയാണുള്ളത്? ഇവിടം വരെയാണല്ലേ. എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? താഴെ നിന്നാണ്. അപ്പൊ 1 2 3 4 5 6 7 8 9. Giraffe is 9 blocks tall. ഇനി the dash is 7 blocks tall. ഇതിൽ ആരാണ് 7 blocks tall? നോക്കാം. 1 2 3 4 5 6 7. 7 വരെയുള്ളത് ആരാണ്? 7 വരെയുള്ളത് camel ആണ്. അപ്പോൾ camel is 7 blocks tall. The monkey is dash blocks tall. monkey എവിടെ? monkey ഇവിടെ ഉണ്ട്. അപ്പോൾ monkeyയുടെ തല എവിടെ വരെയുള്ളത്? monkey 1 and 2. monkey is 2 blocks tall. The dash is 5 blocks tall. ഇതിൽ ഇനി ആകെ ഉള്ളത് എലിഫന്റ് ആണല്ലേ.
എലിഫന്റ് എവിടെ വരെയാണുള്ളത്? എലിഫന്റ് നോക്കിയേ, താഴെ മുതൽ മുകളിൽ വരെ നോക്കുമ്പോൾ ഇത് 6th ബ്ലോക്കിലാണ് ഉള്ളത്. ബട്ട് കെൻ യു സീ, എലിഫന്റിന്റെ താഴെ ഒരു എക്സ്ട്രാ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നല്ല കൗണ്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. കാരണം എലിഫന്റ് ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5. അപ്പൊ എലിഫന്റിന്റെ ഹൈറ്റ് എത്രയാണ്? 5 blocks tall. അപ്പൊ എലിഫന്റ് is 5 blocks tall. Let's do. How long is your hand? Trace your hand in the space given below and count the number of lines. നിങ്ങളുടെ കൈ ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് അതിലേക്കൂടെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ, if you're getting your outline like this, then count the number of lines. ഈ കൈയിനുള്ളിൽ എത്ര ലൈൻസ് വന്നിട്ടുണ്ട്? ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 അല്ലേ? 1 2 3 4 5 6 7 and 8. യെസ്, ഇതിൽ 8 ലൈൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കൈന്റെ മാക്സിമം ഹൈറ്റ് ആണ് 8 ലൈൻസ്. ഇതുപോലെ ഓരോരുത്തരുടെയും കൈ വെച്ച് ട്രേസ് ചെയ്ത് നിങ്ങളുടെ കൈ എത്ര വലുതാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. Pumpkin's chowpal. Look at the picture and compare which vegetables are lighter or heavier than the other vegetables. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഓരോ വസ്തുക്കളുടെയും ഹൈറ്റ് അല്ലെങ്കിൽ അതിന്റെ നീളം, അതിന്റെ സൈസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ആരാണ് കൂടുതൽ ഹെവി, ആരാണ് കൂടുതൽ ലൈറ്റ്, അതായത് ഇതിന്റെ വെയിറ്റ് ആണ് നമ്മളിപ്പോ ഇനി മുതൽ നോക്കാൻ തുടങ്ങുന്നത് അല്ലെ. വെയിറ്റ് കൂടുതലിരിക്കുന്ന വസ്തുക്കളെയാണ് ഹെവിയർ ആയിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയാം. വെയിറ്റ് കുറവുള്ള വസ്തുക്കളെ ആണെങ്കിലോ ലൈറ്റ് ആയിട്ടുള്ള വസ്തുക്കൾ എന്നാണ് പറയാം. നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള എന്തിന്റെങ്കിലും ഒരു പേര് ഓർമ്മയുണ്ടോ? ഫോർ എക്സാമ്പിൾ, നിങ്ങളെടുത്തൊരു ബക്കറ്റ് നിറയെ വെള്ളം പൊക്കാൻ പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പൊക്കാൻ പറ്റുമോ? കുഞ്ഞു ബക്കറ്റ് ആണെങ്കിൽ പൊക്കാൻ പറ്റും അല്ലെ. പക്ഷെ വലിയ ബക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പൊക്കാൻ പറ്റില്ല. എന്നാൽ ഒരു മഗ്ഗിൽ മാത്രമേ വെള്ളമുള്ളെങ്കിലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എന്താണ് അതിന്റെ കാരണം? ഒന്ന് വളരെ ഹെവിയാണ്, ഒന്ന് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പൊ ഹെവിയർ ആയിട്ടുള്ള വസ്തുക്കളെ പൊക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, ലൈറ്റർ ആയിട്ടുള്ള വസ്തുക്കളെ പൊക്കാൻ ഈസി ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. I tell you I am the most dash. ഇതാരാണ്? ഇതൊരു ചില്ലിയാണ്. ചില്ലി പറയാണ് I am the most. ബാക്കിയുള്ള വെജിറ്റബിൾസിന്റെ ഒക്കെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ചെറിയതാണ് ചില്ലി അല്ലേ. അപ്പൊ ഏറ്റവും ചെറിയതായതുകൊണ്ട് അതിന്റെ വെയിറ്റും ഏറ്റവും കുറവായിരിക്കും. അപ്പൊ ചില്ലി എന്താ പറയുന്നത്? I tell you I am the most light. I am the most light വെജിറ്റബിൾ അല്ലെ. ഏറ്റവും വെയിറ്റ് കുറവുള്ള വെജിറ്റബിൾ ആണ് ഇവിടെ ചില്ലി. Among all the vegetables, chilli is the lightest vegetable. Next, I am heavier than carrot. ആരാണ് പറയുന്നത്? ബോട്ടിൽ ഗാർഡ് ആണ് അല്ലെ. ബോട്ടിൽ ഗാർഡ് പറയാണ് ബോട്ടിൽ ഗാർഡ് ക്യാരറ്റിനേക്കാളും ഹെവിയർ ആണ്. ഇനി പംകിൻ എന്താണ് പറയുന്നത്? I am heavier than bottle guard. ബോട്ടിൽ ഗാർഡ് പറഞ്ഞു I am heavier than carrot എന്ന്. അപ്പൊ പംകിൻ പറയാ I am heavier than you അല്ലെങ്കിൽ I am heavier than bottle guard. അപ്പൊ ഇവിടെ ആരാ ഉള്ളത്? ഇത് ക്യാപ്സിക്കം ആണ്. അപ്പൊ ക്യാപ്സിക്കം പറയാ I am lighter than cauliflower. ഇവിടെ ഉണ്ട് cauliflower. ക്യാപ്സിക്കം കോളിഫ്ലവറിനേക്കാളും ലൈറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു വാട്ടർമെലൺ പറഞ്ഞു I am dash than pumpkin. പംകിനേക്കാളും വാട്ടർമെലൺ എന്താണ്? വാട്ടർമെലണും പംകിനും ഏകദേശം ഒരേ സൈസുള്ള ഫ്രൂട്ടും വെജിറ്റബിളും ആണല്ലേ. അപ്പൊ ഇതിൽ ആരാണ് ഹെവി, ആരാണ് ലൈറ്റ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഈ കേസിൽ നമുക്ക് അസ്യൂം ചെയ്യാം ഇവിടെ ഇത് പംകിന്റെ ചോപ്പലല്ലേ, അപ്പൊ പംകിൻ ആണ് വലുതെന്ന് ഈ കേസിൽ മാത്രം നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ I am dash than pumpkin. I am lighter than pumpkin. നമ്മളിപ്പോ പറഞ്ഞു ചില കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ഇതിൽ ആരാണ് ഹെവി,
ആരാണ് ലൈറ്റർ എന്ന് പറയാൻ പറ്റില്ല എന്നല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ആരാണ് ഹെവി എന്ന് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക? അതിന് നമ്മൾ സ്പെഷ്യൽ ബാലൻസ് ഉപയോഗിക്കും. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് fill in the blanks questions കൊടുത്തിട്ടുണ്ട്. Musk melon is heavier than carrot. Musk melon എവിടെ? ഇതാണ് musk melon. ഇവിടെ carrot ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് musk melon is heavier than carrot. ഇനി capsicum is lighter than. നിങ്ങൾക്ക് ആര് വേണേലും പിക്ക് ചെയ്യാം. ഇവിടെ capsicum നേരത്തെ പറഞ്ഞു I am lighter than cauliflower. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ cauliflower തന്നെ എഴുതാം. ഇനി dash is heavier than dash. ഇവിടെ ആര് വേണമെങ്കിലും എഴുതാം. നമുക്ക് pumpkin എഴുതാം. Pumpkin is heavier than. ആര് കൊടുക്കാം? capsicum കൊടുക്കാം. Capsicum. Pumpkin is heavier than capsicum. ഇനിയോ dash is lighter than dash. നമുക്കിവിടെ അവരെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ I am heavier than carrot എന്ന് പറയുന്നത് ബോട്ടിൽ ഗാർഡ് ആണല്ലേ? അപ്പൊ നമുക്ക് ക്യാരറ്റിനെ ബോട്ടിൽ ഗാർഡിനേക്കാളും ലൈറ്റർ ആണെന്ന് എഴുതാലോ. അല്ലെങ്കിൽ ഇവിടെ ചില്ലി ഉണ്ട്. ചില്ലി ആണെങ്കിൽ എല്ലാരേക്കാളും ലൈറ്റർ ആണെന്ന് അവിടെ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ചില്ലി is lighter than capsicum. ഇനി dash is heaviest of all. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു കേസിൽ pumpkin ആണ് ഏറ്റവും heaviest എന്ന് assume ചെയ്യാം. അപ്പൊ ഇവിടെ ആരാണ് heaviest? Pumpkin ആണല്ലേ? Pumpkin is heaviest of all. ഇനി ഇതിൽ ആരായിരുന്നു ഏറ്റവും lightest? അതിവിടെ ഇരുന്ന് പറയുന്ന ചില്ലി ആണ്. So chilli is lightest of all. അപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റുക? ഏതാണ് കൂടുതൽ ഹെവി, ഏതാണ് ലൈറ്റർ എന്നൊക്കെ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് വെയിങ് ബാലൻസ്. പലതരത്തിലുള്ള വെയിങ് ബാലൻസ് ഉണ്ട്. ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വെയിങ് ബാലൻസ് ആണ്. ഇപ്പോഴും പല ഷോപ്പുകളിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം? ഇതില് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഉണ്ടാവും. ഇതിന്റെ മുകളിൽ ഇതാണ് ബാലൻസ്. രണ്ട് പാത്രങ്ങളും ഉണ്ടാവും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വെയിറ്റ് മെഷർ ചെയ്യണമെങ്കിൽ ഇതിൽ ഒരു പ്ലേറ്റിൽ ആ വസ്തു വെക്കുക, എന്നിട്ട് മറ്റേ പ്ലേറ്റിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയിറ്റ് നമുക്ക് അറിയാവുന്ന ഇതിൽ ഓരോന്നിന്റെയും വെയിറ്റ് നമുക്ക് അറിയായിരിക്കും. ആ ഒരു വെയിറ്റ് അടുത്ത പാത്രത്തിലും വെക്കുക. എന്നിട്ട് എപ്പോഴാണോ ഇത് രണ്ടും ഒരേ ഹൈറ്റിൽ ഒരേപോലെ വരുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പംകിൻ വെച്ചു. പംകിന്റെ വെയിറ്റ് എത്രയാണെന്ന് നോക്കണമെങ്കിൽ ഇവിടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ എത്ര വെയിറ്റ് കിട്ടിയോ അതായിരിക്കും പംകിന്റെ വെയിറ്റ്. ഇനി നമ്മളൊരു പംകിനും ഒരു ക്യാപ്സിക്കവും ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. നോക്കിയേ, പംകിൻ വലുതാണ്, ക്യാപ്സിക്കം ചെറുതാണ്. അപ്പൊ പംകിന്റെ സൈഡിൽ താന്ന് പോവും, മറ്റേ സൈഡ് ആണെങ്കിൽ പൊങ്ങിപ്പോവും. കാരണം ഇത് നല്ല ഹെവിയാണ്, അതുകൊണ്ടാണ് ഇത് താഴേക്ക് പോകുന്നത്. ഹെവി അല്ലാത്ത ഭാഗം ചെറിയ സൈഡ് മുകളിലേക്ക് പോകും. നിങ്ങളൊരു പാർക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് സീസോ കളിക്കാറില്ലേ? അപ്പൊ സീസോ കളിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ ഇരിക്കും അല്ലേ, ഒരാൾ ഈ സൈഡിലും ഒരാൾ ഈ സൈഡിലും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? ലൈറ്റ് ആയിട്ടുള്ള ആള് പൊങ്ങിപ്പോവും, ഹെവി ആയിട്ടുള്ള ആള് താഴേക്ക് പോകും. പിന്നെ അയാൾ എണീക്കുന്ന സമയത്ത് മറ്റേ ആള് താഴേക്ക് വരും, അയാള് മുകളിലേക്ക് പോകും. അങ്ങനെയാണല്ലേ? അപ്പൊ ഇതാണ് വെയിങ് ബാലൻസ്. ഇത് മാത്രമല്ല, ഇതുപോലെ വേറെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെയിങ് ബാലൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.